ഭയപ്പെടേണ്ടത് ഭയത്തെ മാത്രം. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 8 മുതൽ 29 വരെ. ധ്യാനത്തിനായിട്ട് 10-ാം വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ജീവിതത്തിൽ നമുക്ക് ഏർപ്പെടേണ്ടി വരുന്ന കാര്യങ്ങൾ ഒരു വിഷമവും കൂടാതെ എപ്പോഴും മുന്നോട്ട് പോകുകയില്ലെന്നുള്ളത് ഓർത്തുകൊള്ളണം. പ്രൊഫസർ എൻറിക്കോട്ട് പി ബോയ് ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ഈ വാക്കുകൾ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ആഞ്ഞു പതിഞ്ഞു. 40 വർഷങ്ങൾക്ക് ശേഷം നൈരാശ്യത്തിലാണ്ട അമേരിക്കയ്ക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നു കൊടുത്ത ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റായിരുന്നു ആ വിദ്യാർത്ഥി. അദ്ദേഹം തന്നെ മാതൃരാജ്യത്തോട് പറഞ്ഞത്, നമുക്ക് ഭയപ്പെടാനുള്ളത് ഭയത്തെ മാത്രമാകുന്നു എന്നതാണ്. ജീവിതം അനായാസേന മുന്നോട്ട് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരിക്കലും സാധ്യമല്ല. പ്രതിസന്ധികളോടൊപ്പം അവയുടെ പോംവഴികളും ഉണ്ടായിരിക്കും. ഈ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാതെ പരിഭ്രാന്തരായി തീരുന്നവരുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നുകൊണ്ട് പോംവഴികൾ കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഭയം ഓടിയെത്തുന്നത്. ഭയം ഭയത്തെ വിളിച്ചു കൂട്ടുന്നു. അതിനെ ആകുല ചിന്താപരവശരാകുന്ന ആളുകൾ സഹിതരായിത്തീരും. ഇങ്ങനെയുള്ളവരോടാണ് റൂസ്വെൽറ്റ് പറയുന്നത്, നമുക്ക് ഭയപ്പെടാനുള്ളത് ഭയത്തെ മാത്രമാണ് എന്ന്. പലരും ജീവിതത്തിൽ ഉണ്ടായിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചും അത്യാഹിതങ്ങളെക്കുറിച്ചും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. തങ്ങളുടെ ശരീരത്തിന് നല്ല സുഖമില്ല, ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുന്നു, തങ്ങൾ വീണുപോയാൽ ഭാര്യയും കുട്ടികളും വഴിയാധാരമായത് തന്നെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലർ. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ അന്ന് ഉണ്ടായേക്കാമെന്ന് സങ്കല്പിക്കുന്ന അത്യാഹിതങ്ങൾ മനസ്സിൻ്റെ യവനികയിൽ തെളിഞ്ഞ് വരികയായി. ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതും ഉണ്ടായെങ്കിലോ എന്ന് ഭയപ്പെടുന്നതുമായ ദുരദൃഷ്ടങ്ങളെ പറ്റിയുള്ള ഉത്കണ്ഠയോടുകൂടി ഓരോ ദിവസവും ജീവിതം ആരംഭിക്കുന്നു. ഒരിക്കലൊരു പ്രൊഫസർ തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പ്രശാന്തമായൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ യവനികയിലെ എല്ലാ ചിത്രങ്ങളും തുടച്ചു നീക്കുക. പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മയുടെ ചിത്രം മനസ്സിൻ്റെ യവനികയിൽ പ്രദർശിപ്പിക്കുക. അല്പനേരം ആ ചിത്രത്തിൽ കണ്ണു നട്ടിരിക്കണം. പിന്നീട് അത് മായ്ച്ചു കളയുക. വീണ്ടും അതേ ചിത്രം തന്നെ പ്രകാശിപ്പിക്കുക. ഇങ്ങനെ പല ആവർത്തി ചെയ്തു കഴിയുമ്പോൾ ആ ചിത്രം കൂടുതൽ വ്യക്തമായി കാണുകയും അത് മനസ്സിൻ്റെ ഉപബോധ മണ്ഡലത്തിൽ പതിയുകയും ചെയ്യും. പിന്നീട് പ്രാർത്ഥനയോടും ആത്മവിശ്വാസത്തോടും കൂടി ആ ചിത്രം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെ നാം ചെയ്യുമെങ്കിൽ നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നന്മകളും സൗഭാഗ്യങ്ങളും അത്ഭുതകരമായി കരഗതമാവുക തന്നെ ചെയ്യും. അനാഗതമായ അത്യാഹിതങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിശേഷം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം ആനന്ദിച്ച് സന്തോഷമുള്ളവരെ തീരുക എന്ന സങ്കീർത്തനക്കാരനെ പോലെ ഓരോ ദിവസവും നമുക്ക് സ്വയം പറയുവാൻ കഴിയുമെങ്കിൽ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കുവാൻ കഴിയും. സൂര്യൻ്റെ പുതുവെളിച്ചം ഓരോ ദിവസവും ഭൂമിയിലേക്ക് കടന്നു വരുന്നതോടൊപ്പം പ്രത്യാശയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ശുഭാപ്തി ചിന്തയുടെയും പ്രകാശകിരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. അവയെ മനസ്സിൽ രൂഢമൂലമാക്കുക. ഓർക്കണമേ, നന്മ കണ്ടെത്തിയാലും അനുഷ്ഠിക്കാത്തവൻ ഭീരുവാണ്. 18-ാം സങ്കീർത്തനം 29-ാം വാക്യം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കയറും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയെ എളിയ ദാസ്.